ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സാക്ഷ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവിതാരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഈ പരമ്പരയിൽ നമ്മെ പൊതിഞ്ഞിരിക്കുന്ന ഒരു മഹാസംവിധാനത്തെ പറയാതെ മുൻപോട്ട് പോവുക വയ്യ. നമ്മൾ നമ്മുടെ ആന്തരിക വ്യവസ്ഥകളുമായും ബാഹ്യവ്യവസ്ഥകളുമായും അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നാം എന്ന രൂപത്തിൽ നമുക്കൊരു അസ്തിത്വമില്ല എന്നത് നമുക്കറിയാം. പക്ഷെ ഈ അറിവിനെ മസ്തിഷ്കത്തിൽ നിന്നും ഹൃദയത്തിലേക്ക്, കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിൽ നിന്നും ബോധത്തിലേക്ക് കൊണ്ടുവരാതെ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കില്ല. ഈ കാര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ തിരിച്ചറിവിന് വിളിക്കുന്ന പേരാണ് ആത്മീയത എന്ന്. അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സ്പിരിച്വാലിറ്റി is the awareness of the attributes of one's intra-transistence. തന്റെ അകം പുറം പ്രകൃതികളുടെ, ശരീരത്തെയും ജീവനെയും മനസ്സിനെയും ബോധത്തെയും ചൈതന്യത്തെയും കുറിച്ചുള്ള പ്രായോഗിക അവബോധമാണ് വ്യക്തിയിലെ ആത്മീയത. ജ്ഞാനമായും കർമ്മമായും ക്രിയയായും ഭക്തിയായും ലയമായും ഈ അവബോധം വ്യക്തിയിൽ പ്രകടമാകുന്നു. ഈ അവബോധം അയാളിലെ സുസ്ഥിരതയെയും സ്വാസ്ഥ്യത്തെയും നിലനിർത്തും. ഇതാണ് പറയാനുള്ളത്. അപ്പോ ആത്മീയതയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനങ്ങൾ പല വിധമാണ്. ഈശ്വരനെ കുറിച്ച്, ആത്മത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ മൂല്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിന് പുറത്ത് നാം കണ്ടെത്തുന്ന മൂല്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ നാം അകത്ത് സൂക്ഷിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ച് ഒക്കെ പറയുന്നതാണ് ആത്മീയത എന്നുള്ള വിവിധ നിർവചനങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ അതില് ആരോഗ്യ അവബോധവുമായി ബന്ധപ്പെട്ട്, ജീവിതാരോഗ്യവുമായി ബന്ധപ്പെട്ട് നാം അതിനെ സമീപിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക ഇതാണ്: നമുക്ക് നമ്മുടെ അകം പുറം പരിസ്ഥിതികളുടെ അനന്യ ഗുണങ്ങളോടുള്ള, അല്ലെങ്കിൽ അനന്യ ഗുണങ്ങളെ കുറിച്ചുള്ള അവബോധമാണ് ആത്മീയത എന്നത്. ഓരോ സത്തയും തന്റെ ശരീരത്തെക്കുറിച്ച് അതിന്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു അവബോധത്തിലായിരിക്കും. അവബോധം എന്നത് ഉണർന്നിരിക്കുന്ന ബോധമാണ്. നമുക്ക് ബോധമുണ്ട് എന്ത്, എവിടെ, എങ്ങനെയോ എന്നുള്ള കാര്യങ്ങള് പൂർണ്ണമായിട്ടും നമ്മൾ അറിയുന്നത് എവിടെയോ അതാണ് നമ്മുടെ ബോധം എന്ന് പറയുന്നത്. അറിവ് പോലുമല്ല, അത് തന്നെയാണ് ബോധം. നമ്മളത് അതിനെ അറിയുമ്പോ, അത് ഉണർന്നിരിക്കുമ്പോൾ നമ്മളതിനെ അവബോധം എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് നമ്മളെക്കുറിച്ചറിയാം, നമ്മുടെ ശരീരത്തെക്കുറിച്ചറിയാം, നമ്മുടെ ജീവനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ബോധത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചൈതന്യത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും എന്തൊക്കെയാണെന്ന് ഇവിടെയുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അതിന്റെ അകത്തേക്ക് പോകുന്നില്ല. ഇത് എന്റെ ഉപരി വ്യവസ്ഥയിൽ തൽക്കാലത്തേക്ക് അതിനെ പ്രകൃതി എന്ന് മാത്രം എടുക്കുക. ഇപ്പൊ മനുഷ്യകുലം, അല്ലെങ്കിൽ ഞാനുണ്ടായ ഗോത്രം, അല്ലെങ്കിൽ എന്റെ കുടുംബം എന്നൊക്കെ നമുക്ക് ഇതിനെ വിവേചിക്കാൻ കഴിയും, അല്ലെങ്കിൽ വേർതിരിച്ച് കാണാൻ കഴിയും. തൽക്കാലത്തേക്ക് ഭൂമി അല്ലെങ്കിൽ പ്രകൃതി എന്നെടുക്കുക. അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ ശരീരത്തെക്കുറിച്ചുള്ള അവബോധം, ഞാൻ ഇവിടെ ജീവിക്കുന്നു, ഞാൻ ഭൂമിയാകുന്ന ശരീരത്തിന്റെ കോശമായി ഇരിക്കുന്നു. ഞാൻ ഒരു കോശമായി ഇരിക്കണമെങ്കിൽ എന്നെ പേറുന്ന ഭൂമി എന്ന ആ മഹാഗർഭപാത്രം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതും ഞാനും തമ്മിലുള്ള ഒരു നൈരന്തര്യത്തിലായിരിക്കേണ്ടതുണ്ട് എന്നതാണ് എന്റെ ശാരീരിക അവബോധത്തിന്റെ പൂർണ്ണത. അപ്പോ എന്റെ ശരീരത്തെക്കുറിച്ച് ഞാൻ അവബോധിതനാകുമ്പോൾ ഞാൻ എന്നെ പേറുന്ന മഹാഗർഭപാത്രത്തെക്കുറിച്ച് കൂടി അവബോധിതനാകേണ്ടതുണ്ട്.
അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞാൻ സമ്പൂർണമാകുന്നത്. അത് മതിയോ? പോരാ. എനിക്കകത്തിരിക്കുന്ന ശരീര ഭാഗങ്ങളെ, ശരീര ഘടകങ്ങളെ കുറിച്ച് കൂടി ഞാൻ അവയറാകേണ്ടതുണ്ട്. ഇത് പ്രത്യേകം അവബോധമല്ല. ഇത് ഞാൻ എന്നുള്ള ബോധത്തിന്റെ ഭൗതികമായ രൂപത്തെക്കുറിച്ചുള്ള എന്റെ അറിവാണ്, തിരിച്ചറിവാണ്, അറിഞ്ഞുകൊണ്ടേയിരിക്കലാണ് മനഃപൂർണതയാണ്. ഈ മനഃപൂർണമായിട്ടുള്ള ഒരവസ്ഥ എന്റെ ശരീരത്തിൽ കാണുന്ന സമയത്ത് അത് അറിവായി തുടങ്ങുന്നു, അവബോധമായി തുടങ്ങുന്നു. അത് സമ്പൂർണമാകണമെങ്കിൽ എന്റെ ഉപരിവ്യവസ്ഥയായ ഭൂമിയുടെ ശരീരത്തെയും എന്റെ അകം വ്യവസ്ഥകളായ അവയവങ്ങളുടെ, കലകളുടെ, കോശങ്ങളുടെ ഒക്കെ ആ അവസ്ഥയെയും ചേർത്ത് ബോധിതനാകണം, അവബോധിതനാകണം. ആ അവബോധമാണ് എന്റെ ശരീരാവബോധത്തെ പൂർണ്ണമാക്കുക. അവിടെ കൊണ്ട് തീർന്നു ഇല്ല. അതുപോലെ എന്റെ ജീവൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് തന്നെ എന്റെ ഉപരിവ്യവസ്ഥയിലും അകം വ്യവസ്ഥയിലും സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അവിടേക്ക് എന്റെ അവബോധം എക്സ്റ്റെൻഡഡ് ആകണം. അങ്ങനെ മനസ്സിനെ, ബോധത്തെ, ചൈതന്യത്തെയും ഒക്കെയും ഈ പഞ്ചമാനങ്ങളെയും കുറിച്ച് ഞാൻ അവബോധിതനാകുന്നു. എന്റെ ശരീരത്തിലുള്ളത് എന്റെ ഉപരിവ്യവസ്ഥയുമായും എന്റെ അകം വ്യവസ്ഥയുമായും കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന അവസ്ഥ വരുമ്പോ ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ആത്മീയത. ഇത് അവബോധമാണ്, ഉണർന്നിരിക്കുന്ന ബോധമാണ്. ഈ ഉണർന്നിരിക്കുന്ന ബോധം എന്ന് പറയുമ്പോൾ, ഇപ്പോ ഞാൻ ഒരിടത്തേക്ക് എന്റെ മക്കളൊക്കെ സ്ഥിരം പ്രയോഗിക്കുന്ന ചില രീതികൾ. എന്റെ മകൻ കഴിഞ്ഞ തവണ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ ബസ് കാത്തു നിന്നു, ബസ് കിട്ടിയില്ല. അപ്പൊ അവൻ അവിടെ നടന്നു 5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നടക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അപ്പൊ മഴ പെയ്തായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും? ഞാൻ മഴയോട് പറഞ്ഞു, ഞാൻ വീട്ടിലെത്തുന്ന വരെ മഴ വരണ്ട. അവന് ഉറപ്പാണ് മഴ വരില്ല എന്ന കാര്യത്തിൽ അവന് ഉറപ്പാണ്. മഴ വരുമെന്നും മഴ വരേണ്ട കാലമാണെന്നും അവനറിയാം. പക്ഷെ അവന്റെ ആവശ്യം മുൻപോട്ട് വെച്ചാൽ പ്രകൃതി അതിലൂടെ ആയിരിക്കും പോവുക എന്നത് അവന്റെ അവബോധമാണ്. അതുകൊണ്ടാണ് അവൻ അത്ര ധൈര്യമായിട്ടത് പറയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അവൻ വീട്ടിൽ വന്ന് കയറി ഉടനെ മഴ പെയ്തു. അപ്പോ ഈ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതായത് ഞാനിത് ഒരു കുട്ടിയുടെ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സിമ്പിളാണത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ നമ്മുടെ പരിസ്ഥിതിയോട്, പരിസരത്തോട് ഇതുപോലുള്ള ബോധ്യങ്ങളിൽ ഇടപെട്ടാൽ ആ ഇടപെടലിൽ അത് സുസ്ഥിരമായിരിക്കും. അത് നമ്മൾ ഇടപെടുന്നതിന് പല രീതികളുണ്ട്. നമ്മൾ വെറും അറിവ് കൊണ്ട് ഇടപെടാം. അതിനെ ആ അറിവിന്റെ ഇടപെടലാണ്, ആ അറിവിന്റെ ഇടപെടലിന് വേണ്ടുന്ന പശ്ചാത്തലത്തെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുക, അനുരൂപനം എന്ന് പറയുക. നമുക്ക് കർമ്മം കൊണ്ട് ഇടപെടാം. നമ്മള് കൈയും കാലും ഒക്കെ വെച്ച് ബാഹ്യ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ആന്തരിക ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതിനാണ് ക്രിയ എന്ന് പറയും. അതല്ലാതെ ഈ പ്രകൃതിയാകുന്ന മഹാസംവിധാനത്തോടും അകം ലോകത്തോടും അകത്തിരിക്കുന്ന ഈശ്വരനോടും എന്ന പേരിലുള്ള ഭക്തിയോടെ നമുക്ക് ഇടപെടാം. ഇവയോടൊക്കെ ലയിച്ച്, ഇതിന് പ്രത്യേകിച്ച് നാമരൂപങ്ങളൊന്നും കൊടുക്കാതെ അതിനോട് ലീനമായിക്കൊണ്ടും നമുക്ക് ഇടപെടാം. അങ്ങനെ ആ ഇടപെടുന്ന, ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ സാധാരണ യോഗം എന്ന് പറയുക. ജ്ഞാനയോഗം, കർമ്മയോഗം, ക്രിയായോഗം, ഭക്തിയോഗം, ലയയോഗം, പിന്നെ ഒരുപാട് യോഗങ്ങൾ, ഹഠയോഗം, രാജയോഗം എന്ന് പറഞ്ഞിട്ട് ഒട്ടേറെ യോഗങ്ങൾ. അപ്പോ ജ്ഞാനമായും കർമ്മമായും ക്രിയയായും ഭക്തിയായും ലയമായും ഈ അവബോധം വ്യക്തിയിൽ പ്രകടമാകുന്നു. അപ്പോൾ ഓരോ വ്യക്തിയും ഇതുമായി ചേർന്നിരിക്കുന്നത് ഈ അവബോധത്തിലായിരിക്കുന്ന ഓരോ രൂപത്തിലായിരിക്കും. ചിലപ്പോൾ ഇവർക്ക് ഒന്നിലധികം രൂപത്തിലാകാം, ചിലർക്ക് എല്ലാം ഉണ്ടാകാം. അപ്പോ എന്റെ ചുറ്റുപാടും ഇങ്ങനെയാണ് എന്ന ബോധം, 2 ചക്രമുള്ള ഒരു വണ്ടി റോഡിൽ നെട്ടും ബോൾട്ടും ഇട്ട് ഉറപ്പിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അതിന്റെ മുകളിൽ കയറിയിരുന്ന് 120 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കുന്ന സമയത്ത് അത് ഈ വളവിലും തിരിവിലും കൂടെ വളരെ വേഗത്തിൽ കടന്നുപോയി ഞാൻ അപ്പുറത്തേക്ക് പോയി എനിക്ക് എത്തേണ്ടടുത്ത് ഞാൻ എത്തും എന്ന ബോധ്യം
ശാരീരിക ബോധ്യം, പ്രകൃതിയുടെ സംവിധാനത്തിന്റെ മുകളിലുള്ള ബോധ്യം, ഉറച്ച വിശ്വാസം, ഇതിനെയാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയാം. ഈ ആത്മവിശ്വാസം ഉള്ള ഒരുത്തന്റെ വണ്ടി 120 കിലോമീറ്റർ സ്പീഡിൽ പോയാലും ഒന്നും സംഭവിക്കില്ല, അവൻ അതിലേക്ക് കടന്നു പോകും. അവന്റെ ആത്മവിശ്വാസത്തിന്റെ ഈ ഒരു ബന്ധമുണ്ടല്ലോ, അവന്റെ ശേഷിയില്, അവന്റെ ഭൂമിയുടെ ശേഷിയില്, അവന്റെ വാഹനത്തിന്റെ ശേഷിയില്, അതിന്റെ ശരീരത്തോട്, അതിന്റെ ജീവനോട്, അതിന്റെ മനസ്സിനോട്, അതിന്റെ ബോധത്തോട്, അതിന്റെ ചൈതന്യത്തോട് അവനുണ്ടാകുന്ന ചേർച്ച, ആ അവബോധം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവൻ അവിടെ ഒരു ചലനവും വെച്ചാൽ ഒരു വ്യതിചലനവും ഇല്ലാത്ത രീതിയിൽ സുരക്ഷിതനായിരിക്കും. അവൻ അതിന്റെ ആ ഒരു ഒഴുക്കിന്റെ സ്വാസ്ഥ്യത്തിലായിരിക്കും, സുസ്ഥിരതയിലായിരിക്കും. ഇതിൽ വിള്ളൽ വീണാൽ, ഈ കണക്ഷനിൽ വിള്ളൽ വീണാൽ അപകടമുണ്ടാകും. നാം ചെയ്യുന്ന ഓരോ കാര്യവും എന്റെ ഉപരിവ്യവസ്ഥയിലും എന്റെ അകം വ്യവസ്ഥയിലുമുള്ള, അതിന്റെ ശരീരത്തിലും ജീവനിലും മനസ്സിലും ബോധത്തിലും ചൈതന്യത്തിലും ഉള്ള ബോധ്യമുണ്ടല്ലോ, അതിന്റെ തിരിച്ചറിവുണ്ടല്ലോ, അതിന്റെ കണക്ടിവിറ്റി ഉണ്ടല്ലോ, ആ കണക്ടിവിറ്റിയിലായിരിക്കുന്ന അവസ്ഥയാണല്ലോ നമ്മൾ അവബോധം എന്ന് പറയുന്നത്. ഈ അവബോധത്തിലായിരിക്കുമ്പോൾ നമുക്ക് സ്വാസ്ഥ്യവും ഉണ്ടാകും, സുസ്ഥിരതയും ഉണ്ടാകും. നമ്മൾ അതുകൊണ്ട് തീർന്നു പോകില്ല, നമ്മൾ നിലനിൽക്കും. അത് നമുക്ക് പ്രക്ഷുബ്ധതകൾ ഉണ്ടാക്കി തരില്ല, നമുക്ക് സമാധാനം തരും. അപ്പോ ഉപരിവ്യവസ്ഥയുമായും ആന്തരിക വ്യവസ്ഥയുമായും മാത്രമല്ല സഹവ്യവസ്ഥകളുമായും ഇതുപോലെ പഞ്ചമാനങ്ങളിൽ ജ്ഞാനമായും കർമ്മമായും ക്രിയയായും ഭക്തിയായും ലയമായും ചേർന്നിരിക്കാനുള്ള അവബോധം നമ്മിലുണ്ടായിരിക്കുമ്പോൾ നമ്മുടെ സുസ്ഥിരതയും നമ്മുടെ സ്വാസ്ഥ്യവും നിലനിൽക്കും. ഇതിൽ വിള്ളൽ വീണാൽ അവിടെ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായി തുടങ്ങുകയും ചെയ്യും. ഈ അവബോധത്തെയാണ് സത്യത്തിൽ നമ്മൾ പലപ്പോഴും ആത്മീയത എന്ന് വിളിക്കുന്നത്. അയാൾ ആത്മീയനാണ്, അല്ലെങ്കിൽ എനിക്ക് ആത്മീയതയുടെ യാത്രയിലൂടെയാണ് പോകുന്നത്, ആത്മീയതയെ കുറിച്ച് പഠിക്കുന്നു, ആത്മീയമായിട്ട് ഞാൻ അതിനെ ചിന്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ അവബോധമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോ ജീവിതാരോഗ്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ പ്രാകൃതീയ സംവിധാനത്തിന്റെ, ത്രിതല സംവിധാനത്തിന്റെ, ഞാൻ എന്നുള്ള അവസ്ഥയിൽ എന്റെ അകത്തും പുറത്തും ഉള്ള സംവിധാനങ്ങളോടുള്ള ചേർന്ന് നിൽപ്പ്, പിന്നെ സ്വാസ്ഥ്യത്തിന്റെ മറ്റൊരു എലമെന്റാണ് സഹവ്യവസ്ഥകളോടുള്ള ചേർന്ന് നിൽപ്പ്. അവയോടുള്ള ചേർന്ന് നിൽപ്പുണ്ടല്ലോ, ആ ചേർന്ന് നിൽപ്പിന് ആവശ്യമായ അവബോധം, അതിനെ പ്രവർത്തിച്ചുകൊണ്ടും ചാലനം ചെയ്തും മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള നമ്മുടെ ശേഷി, ഇവയെല്ലാം ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായും ആത്മീയരാകും. അതിന് നമുക്ക് ദൈവസങ്കല്പങ്ങളാവാം, പ്രകൃതി വിശ്വാസങ്ങളാകാം, ശാസ്ത്രവിശ്വാസമാകാം. ഇപ്പോ ദൈവവിശ്വാസമില്ലാത്ത ശാസ്ത്രവാദികൾ, ശാസ്ത്രവിശ്വാസികൾ, അവർക്കും ബൈക്ക് ഓടിക്കുന്ന സമയത്ത് വീഴാതെ പോകാൻ കഴിയും. എന്തുകൊണ്ടാണ്? അവരിലെ അവബോധം അതെന്തിന്റെ പുറത്തോ ആയിക്കോട്ടെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചോ മൊമെന്റത്തെ കുറിച്ചോ ഒക്കെ ആയിക്കോട്ടെ, ഈ ഒരു കണക്ടിവിറ്റി അത് അവൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അവൻ അവബോധിതനാണ്. ആ അവബോധത്തെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. അവനിലെ ആത്മീയത അവിടെയാണ് ഉണർന്നിരിക്കുന്നത്. ആ ഉണർന്നിരിക്കുന്നതിന് ഈ ജ്ഞാന കർമ്മ ക്രിയാ ഭക്തി ലയ യോഗങ്ങളിലൂടെയാണെന്ന് മാത്രം. ഇത് പൂർണ്ണമായിരിക്കുമ്പോൾ സുസ്ഥിരതയും സ്വാസ്ഥ്യവും നമുക്കുണ്ടാകും. ഇത് നഷ്ടമാകുമ്പോൾ, ഇതിൽ വിള്ളൽ വീഴുമ്പോൾ നമ്മുടെ സുസ്ഥിരത ഇളകാൻ തുടങ്ങും, സ്വാസ്ഥ്യം പോകാൻ തുടങ്ങും. അപ്പൊ ജീവിതാരോഗ്യത്തിൽ വളരെ മുഖ്യമായിട്ടുള്ള ഒന്നാണ് ഈ ആത്മീയ അവബോധം എന്ന് പറയുന്നത്. ആ ബോധ്യത്തിലായിരിക്കാനുള്ള ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.